ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്ക് 18ാമത്തെ സൂറത്തായിട്ട് 2ാം ക്ലാസ് തജ്വീദുൽ ഖുർആനിലെ 18ാമത്തെ സൂറത്തായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് സൂറത്തുൽ ബയ്യിന. അത് 2 ഭാഗമായിട്ടാണ്. 18, 19ാമത്തെ സൂറത്തായിട്ട് സൂറത്തുൽ ബയ്യിന തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അത് ഒറ്റ വീഡിയോ ആയിട്ടാണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, എല്ലാവരും ഉപകാരപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ സൂറത്ത് ഓതുന്നതിൻ്റെ വോയിസ് ഞാനിവിടെ ആഡ് ചെയ്യാം. നമുക്ക് സൂറത്തിൻ്റെ ഒപ്പരം ഉസ്താദ് ഓതുന്നത് കേട്ട് അതിൻ്റെ കൂടെ ഓതിയിട്ട് അക്ഷരങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാവരും ഓതി പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. ഓക്കെ എങ്ങനെയാ? لم يكن الذين كفروا من أهل الكتاب من أهل الكتاب يعني من أهل الله والمشركين منفكين إخفاء വേണം حتى تأتيهم البينة رسول من الله പിന്നെന്താണ്? യത്ലു സുഹുഫൻ സാദിന് ഹാഇനൊക്കെ ضمة صحفا مطهرة مطهرة طهرة فيها كتب قيمة إخفاء الواكر فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة آية وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. പിന്നെയോ അടുത്ത ആയത്തിൽ ശരിക്കും ശ്രദ്ധിക്കാനുള്ളത് കുറേ ആളുകൾ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറഞ്ഞ് അവിടെ നിർത്തും. എന്നിട്ട് ഹുനഫാഅ വയുഖീമുസ്സലാത്ത എന്ന് തുടങ്ങാറുണ്ട്. അത്ര നല്ല പരിപാടിയല്ല. അങ്ങനെ നിർത്തേണ്ട ആളുകൾ കഴിയുമെങ്കിൽ യുഅ്തു സക്കാഹ് എന്നതുവരെ എത്തിക്കുക, ഇല്ലെങ്കിൽ ഹുനഫാഅ അവിടെ നിർത്തുക. ഓക്കെ ഓക്കെ وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء. ഓക്കെ
ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. അടുത്തതോ إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها. ഒരുമിച്ച് എല്ലാവരും ഉണ്ടാണേ. إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية. ഒരുമിച്ച് إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية. ഇനി ബാക്കി നോക്കി. جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار. പിന്നെയോ خالدين فيها أبدا رضي الله عنهم ورضوا عنه. അതൊപ്പം رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. يعني ذلك لمن خشي ربه. ഇനി അടുത്തത് എന്താണ് വരുന്നത്? അപ്പോൾ സൂറത്ത് മുഴുവനായിട്ട് ഞാനിവിടെ വോയിസ് ഇട്ടിട്ടുണ്ട് ഉസ്താദ് ഓതുന്നതിൻ്റെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സൂറത്തുൽ ബയ്യിനയിലെ ആദ്യത്തെ ഭാഗത്തുള്ള വർക്ക് നമുക്ക് ഇവിടെ നോക്കാം. നഖ്റ വായിക്കാനുള്ളത് അഹ്ലിൽ കിതാബി മുൻഫക്കീൻ തഅതിയഹുമുൽ ബയ്യിന യത്ലൂ സുഹുഫൻ മുതഹ്ഹറ ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദ് ലിയഅ്ബുദുല്ലാഹ വയുഖീമുസ്സലാത്ത്. അതൊക്കെ മനസ്സിലാക്കി ഉച്ചാരണം അതുകൊണ്ട് കൂടെ നന്നായി പഠിക്കാം. അടുത്തത് നമുക്ക് വരുന്ന വർക്ക് എന്താണ്? ഹംസത്തുൽ വസ്ല്. എന്താണ് ഹംസത്തുൽ വസ്ല്? ഖുറാനിൽ ഇപ്പോൾ നിങ്ങൾ സൂറത്തുകളൊക്കെ ഓതുമ്പം ഇങ്ങനെ ഒരു അലിഫ് കണ്ടിട്ടുണ്ടാവും അല്ലേ? സ്വാദ്, നമ്മൾ പഠിച്ച സ്വാദ്, ഇവിടെയുള്ള സ്വാദ് പോലെ, സ്വാദിൻ്റെ തല പോലെ ഒരു ഫത്തഹ് അലിഫിൻ്റെ മുകളിൽ. അപ്പോൾ ഈ അലിഫിനാണ്, ഫത്തഹിട്ട ഈ അലിഫിനാണ് എന്ത് ഹംസത്തുൽ വസ്ല് എന്ന് പറയുന്നത്. ഹംസത്തുൽ വസ്ല്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ആയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാം? ഒരു ആയത്തിൻ്റെ തുടക്കത്തിലാണ് ആ വന്നതെങ്കിൽ അവിടെ മാത്രമേ ആ പറയുള്ളൂ. ഇടയിൽ വന്നാൽ അവിടെ ആ പറയൂല, ഉച്ചാരണത്തിൽ വരൂല. അതാണ് ഈ ഹംസത്തുൽ വസ്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ ഉച്ചാരണത്തിൽ വരൂല, ഇവിടെ വരും. അപ്പോൾ നമ്മളെങ്ങനെ അത് ഓതുക? അല്ലദീന ഇദക്താലു അങ്ങനെയാണ് പറയാം. അല്ലദീന. അപ്പോൾ ഇവിടെ ആ പറഞ്ഞു നമ്മൾ. ഇവിടെ ഇതാ അക്താലു എന്നല്ല നമ്മൾ ഓതി, ഇദക്താലു മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ഹംസത്തുൽ വസ്ല് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എക്സാമിന് ഇതെങ്ങനെ വരിക? ഇങ്ങനൊരു ആയത്ത് തന്നിട്ട് ഇതിൽ ഉച്ചാരണത്തിൽ വരാത്ത അക്ഷരം ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഈ അലിഫ് എഴുതി കൊടുക്കണം. മനസ്സിലായില്ല? അപ്പോൾ പിന്നെ ചോദിക്കുക ഹംസത്തുൽ വസ്ലിൻ്റെ അലിഫിന് മുകളിൽ ഉണ്ടാകുന്ന ചിഹ്നം ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ
ഈ ചിഹ്നം നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും, മദ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ എടുത്ത് എഴുതാൻ നമ്മൾ മനസ്സിലാക്കി പഠിക്കാം. മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ എവിടെ വന്നത്? വ അമ്മസ്സായില ദുച്ചാനത്ത് വന്നില്ല. വ ഇദന്നുജൂം മനസ്സിലായില്ല? ഇവിടെ ഉച്ചാരണത്ത് വന്നില്ല. ഫതനുൽ മുഅ്മിനീൻ ഫതനുൽ മുഅ്മിനീൻ മനസ്സിലാക്കുക, അവിടെ ഉച്ചാരണത്ത് വന്നിട്ടില്ല. അപ്പോൾ ആദ്യത്ത് വരികയാണെങ്കിൽ അല്ലദീ, അൽഹംദുലില്ലാ, അർ-റഹ്മാനിർ റഹീം അങ്ങനെയൊക്കെ ആദ്യം വരികയാണെങ്കിൽ നമ്മളവിടെ അത് ആ ആയിട്ട് പറയും. ഇവിടെ വ അമിലുസ്സാലിഹാത്തി ഉച്ചാരണത്ത് വന്നില്ല. ഊത്തുൽ കിതാബ ഉച്ചരിച്ചിട്ടില്ല. ഇവിടെ ദിൽ അർഷിൽ മക്കീൻ ദിൽ മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ ഉച്ചാരണത്ത് വന്നിട്ടില്ല. ലഫിസ്സുഹുഫിൽ ഊല ഇവിടെ 2 സ്ഥലത്ത് വന്നു. മനസ്സിലായില്ല? അപ്പോൾ അവിടെ 2 സ്ഥലത്ത് നമ്മൾ ഉച്ചരിച്ചിട്ടില്ല. അതാ ദിൽ ഔതാദ്, അപ്പോൾ ഇവിടെയും നമ്മൾ ഉച്ചരിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ ഉച്ചരിക്കാത്ത അലിഫാണ് ഹംസത്തുൽ വസ്ല്. ആദ്യത്തിൽ വന്നാൽ ഉച്ചരിക്കും, ഇടയിൽ വരുമ്പോൾ ഉച്ചരിക്കൂല. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കാൻ അലിഫിൻ്റെ മുകളിൽ ചെറിയ സ്വാദ് പോലെ, സ്വാദിൻ്റെ തല പോലെ ഒരു ഫത്തഹാണ് ഉണ്ടാവുക. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്കിവിടെ ഒരു സൂറത്ത് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഹംസത്തുൽ വസ്ല് അടയാളപ്പെടുത്തണം. അപ്പോൾ നമുക്ക് എളുപ്പമാണ് അല്ലേ? അങ്ങനെ നോക്കിപ്പോയി ഇങ്ങനെ അടയാളപ്പെടുത്താം. അപ്പോൾ ഇവിടെ വേറെ ഇവിടെ ഉണ്ട്, പിന്നെ എവിടെയാണ്? ഇത് അവിടെ ഉണ്ട്, പിന്നെ എവിടെയാണ്? ഇവിടെ എവിടെ ഉണ്ടോ? ഇതെവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ എവിടെ ഉള്ളത്? ഇവിടെ ഉണ്ട്, പിന്നെ ഇതവിടെ. ഇവിടെ എവിടെ ഉണ്ടോ? ഇതവിടെ വന്നു. അടുത്തത് ഇതവിടെ ബിസ്സൊബ്. പിന്നെ എവിടെയാണ്? ഇതാ ബിൽ മർഹമ. ഇവിടെ അൽ മൈമന, അസ്ഹാബുൽ മൈമന. ഇപ്പോൾ ഇവിടെ ഉണ്ട്. പിന്നെ എവിടെയാണ്? ഇവിടെ അസ്ഹാബുൽ മഷ്അമ. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ ഹംസത്തുൽ വസ്ല് വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ഉണ്ട് എന്ന് നമുക്ക് എണ്ണി നോക്കിയിട്ട് ഇവിടെ എഴുതുക. എല്ലാവരും അതൊക്കെ അതുപോലെ ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് സൂറത്തുൽ ബയ്യിനയുടെ വർക്കുകളൊക്കെ നമുക്ക് വരുന്നത്. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തിൻ്റെ ബാക്കി വരുന്ന അടുത്ത നിങ്ങളുടെ വർക്കും കൂട്ടിയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം. എല്ലാവരും ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.